ഇന്നൊരു കള്ളൻ്റെ കഥ കേട്ടാലോ? കള്ളൻ്റെ പേര് സഹസ്രമല്ലൻ എന്നാണ്. ഇയാളുടെ അമ്മയോടൊപ്പം നഗരത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു ചെറിയ വീട്ടിലായിരുന്നു താമസം. കുട്ടിക്കാലം മുതലേ മോഷണമാണ് തൊഴിൽ. എന്ത് മോഷ്ടിച്ച് കിട്ടിയാലും അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും. അമ്മ അതിനനുസരിച്ച് വീട്ടു ചെലവുകൾ നടത്തും. മോഷ്ടിച്ചു കൊണ്ടുവന്ന സാധനം തീരുമ്പോൾ വീണ്ടും മോഷണത്തിന് പോവും. അങ്ങനെ ഒരു പെരുങ്കള്ളനായി തീർന്നു സഹസ്രമല്ലൻ. ഒരിക്കൽ സഹസ്രമല്ലൻ രാത്രിയിൽ മോഷണത്തിനിറങ്ങി. അങ്ങനെ പോയി ഒരു ആഭരണശാലയുടെ അടുത്തെത്തി. പണ്ട് കാലത്ത് ഓടിട്ട കടകളാണ്. അപ്പോൾ ഇയാൾ ഓട് പൊളിച്ച് അകത്ത് കയറി. ഓട് പൊളിച്ചിട്ട് ഉത്തരത്തിൽ പിടിച്ച് ഇങ്ങനെ താഴേക്ക് തൂങ്ങി ഇറങ്ങിയപ്പോൾ നേരെ താഴെ ഒരു കട്ടിലിട്ട് ഈ ആഭരണശാലയുടെ ഉടമയുടെ മകൻ ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇയാൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നല്ല നിലാവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ മേളിലേക്ക് നോക്കിയപ്പോൾ ആരോ ഓട് പൊളിക്കുന്നത് കണ്ടു. എന്താ വരുന്നതെന്ന് അറിയാൻ വേണ്ടി അയാൾ ഇങ്ങനെ നോക്കിക്കിടന്നപ്പോഴാണ് ഒരാൾ ഉത്തരത്തിൽ പിടിച്ച് താഴേക്ക് തൂങ്ങി ഇറങ്ങുന്നത് കണ്ടത്. അവിടെ കിടന്നുകൊണ്ട് തന്നെ ഈ മകൻ ഈ കള്ളൻ്റെ കാലിൽ പിടിച്ചു, സഹസ്രമല്ലൻ്റെ കാലിൽ പിടിച്ചു. കാലിൽ മുറുക്കെ പിടിച്ച് അവിടെ കിടന്നു. സഹസ്രമല്ലന് മേളിലേക്കും വയ്യ, താഴേക്കും വയ്യ. ശബ്ദമുണ്ടാക്കിയാൽ ചുറ്റുപാടുമുള്ള ആൾക്കാരൊക്കെ ഉണർന്നു വന്ന് പിടികൂടും. എന്നാൽ ഈ കട്ടിലിൽ കിടന്ന മകനാണെങ്കിൽ അയാളും ശബ്ദമുണ്ടാക്കിയില്ല. കുറേ നേരം സഹസ്രമല്ലൻ്റെ കാലിൽ മുറുക്കെ പിടിച്ചിരുന്നു. എന്നിട്ട് അയാൾ വിചാരിച്ചു, എന്തായാലും ഇനി ഈ വഴി ഇയാൾ മോഷ്ടിക്കാൻ വരാൻ പോകുന്നില്ല. ചിലപ്പോൾ ഞാനങ്ങ് വിട്ടാൽ ഇയാൾ പോകും, ഇയാൾ പോയി രക്ഷപ്പെടും. വീട്ടിൽ പോയി എന്തെങ്കിലും ചിന്തിച്ച് നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ, വിട്ടേക്കാം. അങ്ങനെ ഈ ആഭരണശാലയുടെ ഉടമയുടെ മകൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ കള്ളൻ്റെ കാലിൽ നിന്നങ്ങ് വിട്ടു. അയാൾ പെട്ടെന്ന് മുകളിലേക്ക് ചാടിക്കയറി ഓടി വീട്ടിലെത്തി അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ വഴക്ക് പറഞ്ഞു. അമ്മ പറഞ്ഞു, നിനക്ക് ശ്രദ്ധയില്ലാഞ്ഞിട്ടല്ലേ, മോഷണത്തിനിറങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. 4 പാടും നന്നായിട്ട് പഠിച്ച് അപകടങ്ങൾ വന്നാൽ എങ്ങനെ അതിനെ തരണം ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുറപ്പിച്ച് വേണം മോഷണത്തിനിറങ്ങാൻ. അതുകൊണ്ടാണ് ഇനി മുതൽ നീ മോഷ്ടിക്കാൻ പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെ പിടിക്കപ്പെടും. ഇന്ന് നിൻ്റെ ഭാഗ്യം കൊണ്ട് അവൻ നിൻ്റെ കാലിൽ നിന്ന് വിട്ടു. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഉറക്കം നിലവിളിച്ച് ശബ്ദം ഉണ്ടാക്കിയേനെ, നിന്നെ വന്ന് പട്ടാളക്കാർ പിടിച്ചുകൊണ്ട് പോയേനെ. പിന്നെ നമുക്ക് തമ്മിൽ കാണാൻ പോലും പറ്റില്ല. എൻ്റെ കാര്യം എന്തായിത്തീരും. നീ മോഷ്ടിച്ചെന്തെങ്കിലും കൊണ്ടുവരുന്നതുകൊണ്ടല്ലേ നമ്മൾ കഴിയുന്നത്. ഞാൻ പട്ടിണി കിടന്ന് ചത്തുപോയേനെ, നീയും ജയിലിൽ കിടന്ന് മരിച്ചു പോയേനെ. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് നീ നന്നായിട്ട് സൂക്ഷിക്കണം. അപ്പോൾ ഈ സഹസ്രമല്ലൻ അത് അമ്മയോട് സമ്മതിച്ചു, ഇനി ഞാനെല്ലാം ശ്രദ്ധിച്ചോളാം. അതിനുശേഷം അയാൾ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെ സഹസ്രമല്ലൻ പിന്നീട് മോഷണത്തെപ്പറ്റി കാര്യമായിട്ട് പഠിക്കാൻ തുടങ്ങി. മോഷ്ടിക്കാൻ പോകുമ്പോൾ ഏത് സമയത്ത് പോകണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, അങ്ങനെ അയാൾ മോഷണത്തെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചു. അങ്ങനെ വീണ്ടും കുറേ ദിവസങ്ങൾക്ക് ശേഷം സഹസ്രമല്ലൻ മോഷണത്തിനിറങ്ങി. ഇത്തവണ ഇയാൾ പകൽ സമയത്താണ് മോഷണത്തിനിറങ്ങിയത്. അത് മാത്രമല്ല, സാധാരണ പോകാറുണ്ടായിരുന്നത് പോലെ വളരെ മോശപ്പെട്ട വസ്ത്രമൊന്നും ധരിച്ചല്ല പോയത്. നല്ല വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അയാൾ തെരുവിലൂടെ അങ്ങനെ നടന്നു. അപ്പോൾ അങ്ങനെ സഹസ്രമല്ലൻ വളരെ ധാടിയിലും മോടിയിലും തെരുവിലൂടെ നടക്കുമ്പോൾ ഒരു മുടിവെട്ടുകാരൻ അയാളുടെ കടയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ നോക്കുമ്പോൾ നല്ല വസ്ത്രമൊക്കെ ധരിച്ച ഒരാൾ തെരുവിലൂടെ അങ്ങനെ പോകുന്നു. പക്ഷേ കുറച്ച് താടിയും മുടിയൊക്കെ നീട്ടിയിട്ടുണ്ട്. കുറച്ച് മുറിച്ച് നിർത്തിയാൽ നല്ലതായിരിക്കും. മാത്രമല്ല കണ്ടിട്ട് നല്ല പണക്കാരനാകും തോന്നുന്നുണ്ട്. അതുകൊണ്ട് മുടിയൊക്കെ വെട്ടിക്കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെട്ട നല്ല പണവും തരുമായിരിക്കും. അങ്ങനെ ഈ മുടിവെട്ടുകാരൻ പതുക്കെ കടയിൽ നിന്ന് ഇറങ്ങി ചെന്ന് സഹസ്രമല്ലനെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, യജമാനെ, ഞാൻ ഈ തെരുവിലെ ഏറ്റവും മിടുക്കനായ മുടിവെട്ടുകാരനാണ്. അങ്ങ് എൻ്റെ കടയിലേക്ക് വരുവാണെങ്കിൽ ഞാൻ നല്ല വൃത്തിയായിട്ട് മുടി വെട്ടിത്തരാം. അങ്ങയുടെ മുടിയും താടിയൊക്കെ കുറച്ച് വളർന്നിപ്പുണ്ട്. അപ്പോൾ സഹസ്രമല്ലൻ പറഞ്ഞു, ശരി, ഞാനിങ്ങനെ ഒരു മുടിവെട്ടുകാരനെ നോക്കിയിരിക്കുകയായിരുന്നു. എനിക്ക് മുടിയും വെട്ടണം, താടിയും ഒന്ന് മുറിക്കണം, പിന്നെ എൻ്റെ നഖമൊക്കെ ഒന്ന് വെട്ടിത്തരണം, വൃത്തിയാക്കി തരണം. അപ്പോൾ ഈ മുടിവെട്ടുകാരന് വലിയ സന്തോഷം. അയാൾ പറഞ്ഞു, അയ്യോ അതിനെന്താ, എൻ്റെ കടയിലോട്ട് വാ. അങ്ങനെ സഹസ്രമല്ലൻ ഈ മുടിവെട്ടുകാരൻ്റെ കടയിൽ ചെന്നു. അയാളുടെ കസേരയിൽ ഇരുന്ന് കൊടുത്തു. മുടിവെട്ടുകാരൻ നല്ല വൃത്തിയായിട്ട് അയാളുടെ മുടിയൊക്കെ വെട്ടി, താടിയൊക്കെ കുറച്ച് നീളമൊക്കെ കുറച്ച് കൊടുത്തു, നഖമൊക്കെ വൃത്തിയാക്കി വെട്ടിക്കൊടുത്തു. അവസാനം പണിയെല്ലാം കഴിഞ്ഞപ്പോൾ സഹസ്രമല്ലൻ പറഞ്ഞു, ഞാൻ എൻ്റെ പണസഞ്ചി എടുക്കാൻ മറന്നുപോയി. എൻ്റെ വീട്ടിലിരിക്കുക. എൻ്റെ വീട് ഈ തെരുവിൻ്റെ അങ്ങേ അറ്റത്താണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ മകൻ ആ കുട്ടിയുണ്ടല്ലോ അവിടെ നിൽക്കുന്ന കണ്ടായിരുന്നു, അവൻ എൻ്റെ കൂടെ വിട്. ഞാൻ വീട്ടിൽ ചെന്ന് അവൻ്റെ കൈ പണം കൊടുത്തു വിടാം. അപ്പോൾ ഈ മുടിവെട്ടുകാരൻ വിചാരിച്ചു, ശരി, നല്ല മാന്യനായ മനുഷ്യൻ, മോനെ കൊണ്ടുപോയി പണം കൊടുത്തു വിട്ടോളുമല്ലോ. അങ്ങനെ ഈ മുടിവെട്ടുകാരൻ സ്വന്തം മകനെ സഹസ്രമല്ലൻ്റെ കൂടെ അയച്ചു. അതൊരു ചെറിയ കുട്ടിയായിരുന്നു. സഹസ്രമല്ലൻ അവനെയും വിളിച്ചുകൊണ്ട് കുറച്ച് ദൂരം മുന്നോട്ട് നടന്നപ്പോൾ ആ തെരുവിലെ വലിയൊരു തുണിക്കട കണ്ടു. അയാൾ നേരെ ആ തുണിക്കടയിലേക്ക് കയറി. അപ്പോൾ തുണിക്കടക്കാരൻ നോക്കിയപ്പോൾ നല്ല വസ്ത്രമൊക്കെ ധരിച്ച ഒരാൾ കടയിൽ വരുന്നു. അപ്പോൾ അയാൾ വിചാരിച്ചു ഇയാൾ കുറേ തുണി എടുക്കുമായിരിക്കുമെന്ന്. സഹസ്രമല്ലൻ വന്ന് കടക്കാരനോട് പറഞ്ഞ് കടയിലെ നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ പരിശോധിച്ച് തുടങ്ങി.
അവസാനം അയാൾ ഒരു കെട്ട് തുണി വാങ്ങി. തുണിയെല്ലാം വാങ്ങിക്കഴിഞ്ഞപ്പോൾ കടക്കാരനോട് പറഞ്ഞു, ഞാൻ എൻ്റെ പണസഞ്ചി എടുക്കാൻ മറന്നുപോയി, ഒരു കാര്യം ചെയ്യുക, എൻ്റെ മോൻ ഇവിടെ നിൽക്കട്ടെ, അവനെ ഞാൻ പണം കൊണ്ട് വരുമ്പോൾ എൻ്റെ കൂടെ തിരിച്ചു വിട്ടാൽ മതി. അങ്ങനെ മുടിവെട്ടുകാരൻ്റെ മകനെ തുണിക്കടയിൽ നിർത്തിയിട്ട് സഹസ്രമല്ലൻ ആ തുണിയും കൊണ്ട് വീട്ടിൽ പോയി അമ്മയ്ക്ക് കൊടുത്തു. അമ്മയോട് പറഞ്ഞതാ, ഞാൻ കടയിൽ പോയി നല്ല വൃത്തിയായിട്ട് മുടിയും താടിയൊക്കെ ഒന്ന് വെട്ടുകയും ചെയ്തു, അമ്മയ്ക്ക് ആവശ്യത്തിനുള്ള പട്ടുവസ്ത്രവും കൊണ്ടുവന്നു. അമ്മ പറഞ്ഞു, മിടുക്കൻ, നീയെ ഇപ്പോൾ നല്ല മിടുക്കനായി, ഇതുപോലെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ നമ്മുടെ മുടിവെട്ടുകാരനാണെങ്കിൽ കുറേ നേരം കഴിഞ്ഞിട്ടും മോൻ പണവുമായിട്ട് വരുന്നില്ല. തുണിക്കടക്കാരനാണെങ്കിൽ ഈ കുട്ടിയെ കടയിൽ നിർത്തിയേക്കാം. ഇപ്പം ഈ തുണിയും കൊണ്ട് പോയ ആൾ പണം കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ടെങ്ങും പണം കാണുന്നില്ല, ആളെയും കാണുന്നില്ല. അപ്പോൾ കുറേ നേരം കാത്തിരുന്ന് കാണഞ്ഞപ്പോൾ ഈ തുണിക്കടക്കാരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം മോനെ, നീയെ എന്നെ നിൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകും, നിൻ്റെ അച്ഛനെ കുറേ നേരം നോക്കിയിരുന്നിട്ടും കാണുന്നില്ലല്ലോ. എന്നിട്ട് അയാൾ തൻ്റെ കട ജോലിക്കാരെ ഏൽപ്പിച്ചിട്ട് ഈ കുട്ടിയുടെ കൂടെ ഇറങ്ങി നടന്നു. കുട്ടി പറഞ്ഞു, അതിനെന്താ, ഞാൻ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നേരെ മുടിവെട്ടുകാരൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ തുണിക്കടക്കാരൻ പറഞ്ഞു, അയ്യോ ഇതല്ല നിൻ്റെ അച്ഛൻ. അപ്പോൾ മുടിവെട്ടുകാരൻ പറഞ്ഞു, പിന്നാരാ, ഞാൻ തന്നെ ഇവൻ്റെ അച്ഛൻ, ഇതെൻ്റെ മോനാ, ഇവൻ ഒരാളുടെ കയ്യിൽ നിന്ന് മുടി വെട്ടിയ പണം വാങ്ങിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ് എൻ്റെ അടുത്തുനിന്ന് പോയതാ, എവിടെ പണം എവിടെ? അപ്പോൾ തുണിക്കടക്കാരൻ പറഞ്ഞു, കൊള്ളാം, ഇവനെ എൻ്റെ അടുത്ത് ഒരാൾ കൊണ്ട് നിർത്തിയിട്ട് തുണിയും കൊണ്ട് പോയി, ഇതുവരെ ആളെ കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ അച്ഛനെ അന്വേഷിച്ച് വന്നത്. രണ്ടുപേർക്കും മനസ്സിലായി പറ്റിയെന്ന്. രണ്ടുപേർക്കും വലിയ വിഷമം. ഇവർ ചെന്ന് രാജാവിനോട് പരാതിയൊക്കെ പറഞ്ഞു. പക്ഷേ രാജാവ് എത്ര അന്വേഷിച്ചിട്ടും കള്ളനെ പിടിയിട്ടില്ല. അപ്പോൾ പിറ്റേന്ന് നമ്മുടെ സഹസ്രമല്ലൻ അമ്മയോട് പറഞ്ഞു, അമ്മ തെരുവിലൊക്കെ ഒന്ന് നടക്കണം, എൻ്റെ മോഷണത്തെ പറ്റിയുള്ള വാർത്തയൊക്കെ നാട്ടിലൊക്കെ അറിഞ്ഞു കാണുമല്ലോ, ആൾക്കാരൊക്കെ എന്ത് പറയുന്നു എന്ന് അമ്മയൊന്ന് അന്വേഷിച്ചിട്ട് വാ. അങ്ങനെ പിറ്റേന്ന് സഹസ്രമല്ലൻ്റെ അമ്മ തെരുവിലേക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങാനെന്നുള്ള വ്യാജേന അവിടെ എല്ലാം കറങ്ങി നടന്നു. എന്നിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു, മോനെ, നാട്ടിലൊക്കെ നീയാണ് സംസാര വിഷയം, നീ ആ മുടിവെട്ടുകാരനെയും പറ്റിച്ചു, നീ ആ തുണിക്കടക്കാരനെയും പറ്റിച്ചു എന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഒരു കുതിരക്കച്ചവടക്കാരനുണ്ട്, പുതുതായിട്ട് വന്നതാണ് നഗരത്തിലേക്ക്. അയാൾ നഗരത്തിൽ എന്ന് പറയുന്നത് കേട്ടു, ഈ കള്ളന്മാരുണ്ടല്ലോ, ഈ കള്ളന്മാർക്ക് കുറച്ച് പണമൊക്കെ ആകുമ്പോൾ കുതിരയെ വേണ്ടി വരും, എന്തായാലും ഈ കള്ളൻ എൻ്റെ അടുത്ത് കുതിര വാങ്ങാൻ വരും, അന്നേരം ഞാൻ അവനെ പിടിച്ചോളാം, എനിക്ക് കള്ളന്മാരെ കണ്ട ഉടനെ തിരിച്ചറിയാം. അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറേ പെണ്ണുങ്ങൾ കൂടി ഇന്ന് സംസാരിക്കുന്ന കണ്ടു. അപ്പോൾ അവർ നിന്നിരുന്ന തെരുവിൻ്റെ അടുത്തായിട്ടൊരു വീടുണ്ടായിരുന്നു. ആ വീടിൻ്റെ മട്ടുപ്പാവൽ നൃത്തക്കാരി നിൽപ്പുണ്ടായിരുന്നു, നൃത്തക്കാരിയായ പെൺകുട്ടി. അവൾ പറഞ്ഞു എന്തായാലും ഈ കള്ളന് കുറേ പണമാകുമ്പോൾ എന്തായാലും അവൻ നൃത്തം കാണാൻ വരും, അപ്പോൾ ഞാൻ അവനെ പിടിക്കും, എനിക്ക് കള്ളന്മാരെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ സഹസ്രമല്ലൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്തവണ 2 ഇരകളായി, ഒന്ന് ആ കുതിര കച്ചവടക്കാരനും രണ്ടാമത്തേത് ആ നൃത്തക്കാരിയും. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ സൂക്ഷിക്കണേ, നിന്നെപ്പറ്റി നാട്ടിലൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് എല്ലാവരും വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. സഹസ്രമല്ലൻ പറഞ്ഞു, അമ്മ ഒന്നും പേടിക്കണ്ട, ഞാനിന്ന് പോയി നോക്കട്ടെ. അങ്ങനെ സഹസ്രമല്ലൻ നേരെ വീണ്ടും നഗരത്തിലേക്ക് പോയി. ഇത്തവണ അത്ര നല്ല വസ്ത്രമൊന്നുമല്ല ധരിച്ചിരുന്നത്, സാധാരണ വസ്ത്രമായിരുന്നു, എന്നാൽ വില കൂടിയതുമാണ്. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ ഈ നഗരത്തിൻ്റെ പുറത്തായിട്ട് ഒരു മൈതാനത്തിൽ കുതിരക്കച്ചവടക്കാരൻ കുറേ കൂടാരങ്ങളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ സഹസ്രമല്ലൻ അങ്ങോട്ട് ചെന്നു, അയാളോട് ചോദിച്ചു, നിങ്ങൾ ആരാ, എവിടെ നിന്നാണ് വരുന്നത്? സഹസ്രമല്ലൻ്റെ ഉടുപ്പുകളൊക്കെ നല്ല വില കൂടിയതായത് കാരണം ഈ കച്ചവടക്കാരൻ വിചാരിച്ചു ഇത് വലിയ പണക്കാരനാണ്, അയാൾ രാവിലെ എന്തിനോ ഈ വഴി വന്നപ്പോൾ എന്നോട് ചോദിക്കുകയാണെന്ന്. അയാൾ പറഞ്ഞു, ഞാൻ ഒരു കുതിര കച്ചവടക്കാരനാണ്, ഞാൻ മറ്റൊരു നഗരത്തിൽ നിന്ന് ഈ നഗരത്തിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, അപ്പം ഞാനിവിടെ തമ്പടിച്ചിരിക്കുകയാണ്, ഇവിടെ കുറച്ച് ദിവസം താമസിച്ച് ഈ കുതിര കച്ചവടമൊക്കെ നടത്തിയിട്ട് ഞാൻ അടുത്ത നഗരത്തിലേക്ക് പോകും. അപ്പോൾ സഹസ്രമല്ലൻ പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ നാട്ടിൽ ഒരു കുതിര കച്ചവടക്കാരൻ വന്നിട്ട് ഇങ്ങനെ നഗരത്തിന് പുറത്ത് താമസിക്കുന്നത് വലിയ കഷ്ടം, ഒരു കാര്യം ചെയ്യും, എൻ്റെ വീട് ഇവിടുന്ന് അധികം ദൂരത്തല്ല, എൻ്റെ കൂടെ വാ, നിങ്ങൾ ഈ കച്ചവടം തീരുന്നത് വരെ അവിടെ താമസിച്ചാൽ മതി. അപ്പോൾ ഈ കച്ചവടക്കാരൻ പറഞ്ഞു, അതിൻ്റെ ഒന്നും കാര്യമില്ല, ഞാനിവിടെ കൂടാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഞാനിവിടെ താമസിച്ചോളാം. സഹസ്രമല്ലൻ സമ്മതിച്ചില്ല. സഹസ്രമല്ലൻ പിന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. അവസാനം ഈ കുതിര കച്ചവടക്കാരൻ വിചാരിച്ച്, ശരിയെന്നാൽ ഇയാൾ വിളിക്കുന്നില്ല, ഇയാളുടെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ ഈ കുതിര കച്ചവടക്കാരനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് സഹസ്രമല്ലൻ അയാളെയും കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് എന്നുള്ള വ്യാജേന അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇയാളൊരു കുതിരപ്പുറത്ത് ഇറങ്ങിയത്, 2 പേരുടെ ഒറ്റ കുതിരപ്പുറത്ത് കയറിയിട്ട് നഗരത്തിലേക്ക് പോയി. അപ്പോൾ സഹസ്രമല്ലൻ നേരെ ഇയാളെയും കൊണ്ട് പോയത് നമ്മുടെ നർത്തകയുടെ വീട്ടിലേക്കാണ്. നർത്തകയുടെ വീട്ടിൽ ആദ്യം സഹസ്രമല്ലൻ കയറി ചെന്നു. എന്നിട്ട് ഈ കുതിരക്കച്ചവടക്കാരനോട് പറഞ്ഞു, ഇവിടെ നിൽക്കുക, ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. അയാൾ അകത്ത് കടന്നു ചെന്നപ്പോൾ നർത്തകി നോക്കിയപ്പോൾ നല്ല വില കൂടിയ വസ്ത്രമൊക്കെ ധരിച്ച ഒരാൾ വരുന്നു. നർത്തകി ഓടിച്ചെന്ന് ചോദിച്ചു, നിങ്ങൾ ആരാ, ഇവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഈ നഗരത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ്, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെയും കൊണ്ട് വന്നതാണ്, അയാൾക്ക് നിന്നെ നൃത്തം കാണുന്ന വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ അയാൾ കുറേ ദൂരെ നിന്ന് കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് വന്നതുകൊണ്ട് വല്ലാതെ ക്ഷീണിച്ചു, കുറച്ച് ഒന്ന് വിശ്രമിക്കണം, അതുകൊണ്ട് നിൻ്റെ ഒരു മുറി കൊടുക്കാമെങ്കിൽ അയാളൊന്ന് കുളിച്ച് വൃത്തിയായി ഒന്ന് വിശ്രമിക്കും, അതിന് ശേഷം നൃത്തം കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവർ പറഞ്ഞു, അതിനെന്താ, ഇവിടെ ഒരുപാട് മുറികളുണ്ട്,
ഏതെങ്കിലും ഒരു മുറിയിൽ അയാളെ നമുക്ക് താമസിപ്പിക്കാം. അങ്ങനെ വലിയ പണക്കാരനായ ഒരാൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ല മുറി തന്നെ നർത്തകി ഈ കുതിരക്കച്ചവടക്കാരനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ആ മുറി കയറി ഒന്ന് കുളിച്ച് വിശ്രമിക്കാനൊക്കെ അയാളോട് പറഞ്ഞു. അപ്പോൾ ഈ കുതിരക്കച്ചവടക്കാരന് വലിയ അത്ഭുതമായിപ്പോയി. സാധാരണ അയാൾ നഗരങ്ങൾക്ക് പുറത്ത് മൈതാനത്തിൽ വലിയ കൂടാരമൊക്കെ കെട്ടി അവിടെയാണ് താമസിക്കുന്നത്. അത്ര സൗകര്യത്തിലൊന്നും താമസിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ഒരാൾ വന്ന് വലിയ സൗകര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ അയാൾക്ക് വലിയ സന്തോഷമായി. അയാളെ കുളിക്കാൻ വേണ്ടി കുളിമുറി കയറി. ഈ സമയത്ത് നമ്മുടെ സഹസ്രമല്ലൻ ഈ നർത്തകിയുടെ അടുത്ത് ചെന്ന് എന്നിട്ട് പറഞ്ഞു, നമ്മുടെ രാജകൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ്, എനിക്ക് കൊട്ടാരത്തിൽ ചെല്ലേണ്ട അത്യാവശ്യമുണ്ട്. ആകെ സമയം താമസിച്ചു പോയി, എനിക്ക് ഉടൻ തന്നെ കൊട്ടാരത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പോൾ നർത്തകി പറഞ്ഞു, അതിനെന്താ, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ഇയാളുടെ കാര്യം നോക്കിക്കോളാം. അപ്പോൾ സഹസ്രമല്ലൻ പറഞ്ഞു, അതല്ല വിഷമം, എനിക്കിനി വീട്ടിൽ പോയി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അങ്ങോട്ട് പോകുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ നർത്തകി പറഞ്ഞു, അതിനെന്താ, നിങ്ങളുടെ വസ്ത്രമൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ സഹസ്രമല്ലൻ പറഞ്ഞു, അയ്യോ, രാജകൊട്ടാരത്തിലേക്ക് പോകാൻ ഈ വസ്ത്രമൊന്നും പോരാ, കുറച്ചുകൂടെ നല്ല വസ്ത്രം ധരിക്കണം, ആഭരണങ്ങളൊക്കെ ധരിക്കണം, എന്നാലേ നമ്മൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഗമയ്ക്ക് അനുസരിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ. പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നതല്ലേ, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പം നമ്മൾ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥർ നല്ല മാന്യമായിട്ടൊക്കെ ഇരിക്കണ്ടേ. ഇനി വീട്ടിൽ പോയി ആഭരണങ്ങളൊക്കെ ധരിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് താമസിക്കും, കഷ്ടമായിപ്പോയി. അപ്പോൾ ഈ നർത്തകി പറഞ്ഞൊരു കാര്യം ചെയ്യേ, നിങ്ങൾക്ക് ഞാൻ കുറച്ച് പട്ടുവസ്ത്രങ്ങൾ തരാം, മാത്രമല്ല എൻ്റെ കുറച്ച് ആഭരണങ്ങളും തരാം, നിങ്ങൾ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ ഇട്ടുകൊണ്ട് രാജകൊട്ടാരത്തിൽ പോയിട്ട് തിരിച്ചു വാ. അങ്ങനെ നർത്തകി അവരുടെ കുറച്ച് ആഭരണങ്ങളും കുറച്ച് വസ്ത്രവും ഇയാൾക്ക് കൊടുത്തു. ഇയാൾ ഈ ആഭരണവും വസ്ത്രവും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ കുതിരക്കച്ചവടക്കാരൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഉടൻ തന്നെ രാജകൊട്ടാരത്തിലേക്ക് പോകണം, ഞാൻ വീട്ടിൽ പോയി നല്ല വസ്ത്രവും ആഭരണമൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ്, പക്ഷേ എന്നിട്ടും താമസിച്ച് പോയി. അപ്പോൾ കുതിരക്കച്ചവടക്കാരൻ പറഞ്ഞ്, വിഷമിക്കേണ്ട, ഞാൻ വന്ന കുതിര പുറത്തുണ്ട്, നിങ്ങൾ ആ കുതിര എടുത്തുകൊണ്ട് പോയിട്ട് വാ, വേഗം വന്നാൽ മതി. അങ്ങനെ ഈ നർത്തകിയുടെ ആഭരണം ഇട്ട് കുതിരക്കച്ചവടക്കാരൻ്റെ കുതിരപ്പുറത്ത് സഹസ്രമല്ലൻ സ്വന്തം വീട്ടിലേക്ക് പോയി. അമ്മയ്ക്ക് ആഭരണങ്ങളും കൊടുത്തു, ഈ കുതിരയും കൊടുത്തു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ പിറ്റേന്ന് തന്നെ നഗരത്തിലൊക്കെ ഒന്ന് ഇറങ്ങി ഇനി ആൾക്കാരൊക്കെ എന്തൊക്കെ പറയുന്നു എന്ന് നോക്കണം. അങ്ങനെ പിറ്റേന്ന് അമ്മ ചെന്നു. ഈ സമയത്ത് കുതിരക്കച്ചവടക്കാരനും നർത്തകിക്കും തങ്ങൾ പറ്റിക്കപ്പെട്ടെന്ന് മനസ്സിലായി. രണ്ടുപേർക്കും വലിയ വിഷമമായിപ്പോയി. ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് അവർ രണ്ടുപേരും വിചാരിച്ചില്ല. ഇവർ രണ്ടുപേരോട് നേരെ രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിനോട് പരാതി പറഞ്ഞു. അപ്പോൾ നമ്മുടെ സഹസ്രമല്ലൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മ മകനോട് പറഞ്ഞു, മോനെ നീ നല്ലോണം സൂക്ഷിക്കണേ ഇനി, കാരണം പ്രശ്നങ്ങൾ കൂടുതൽ വഷളായി വരികയാണ്. നമ്മളെ സംബന്ധിച്ച് രണ്ടാമത്തെ പരാതിയാണ് രാജാവിൻ്റെ അടുത്ത് ചെല്ലാൻ പോകുന്നത്, രാജാവിന് ദേഷ്യം വരും. അപ്പോൾ സഹസ്രമല്ലൻ പറഞ്ഞു, അമ്മ ഒന്നും പേടിക്കണ്ട, ഞാൻ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. അപ്പോൾ അമ്മ പറഞ്ഞ പോലെ തന്നെ നർത്തകിയും ഈ കുതിരക്കച്ചവടക്കാരനും കൂടെ രാജാവിൻ്റെ അടുത്ത് ചെന്നു. രാജാവിനാണെങ്കിൽ വലിയ ദേഷ്യമായിപ്പോയി. രാജാവ് ഉടൻ തന്നെ തൻ്റെ സേനാനായകനെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ കാണുന്നില്ലേ, എത്ര കാലമായി ഈ കള്ളൻ നമ്മുടെ ജനങ്ങളെ പറ്റിക്കുന്നു, എത്രയും പെട്ടെന്ന് ഇയാളെ പിടിച്ച് എൻ്റെ മുന്നേ ഹാജരാക്കിക്കോണം. അപ്പോൾ സേനാനായകൻ പറഞ്ഞു, അങ്ങൊന്നും പേടിക്കേണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് ഈ കള്ളനെ പിടിച്ചോളാം. അങ്ങനെ ഈ സേനാനായകൻ കള്ളനെ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന വാർത്ത നാട് മുഴുവൻ പരന്നു. പിറ്റേന്ന് നഗരത്തിലൊക്കെ ചുറ്റിക്കറങ്ങി വാർത്തകൾ ശേഖരിക്കാനെത്തിയ സഹസ്രമല്ലൻ്റെ അമ്മ ഈ വാർത്ത അറിഞ്ഞു. ചെന്ന സഹസ്രമല്ലനോട് പറഞ്ഞും കൊടുത്തു. അപ്പോൾ പിറ്റേന്ന് സഹസ്രമല്ലൻ വീണ്ടും വേറെ കുറേ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് വൈകിട്ടായപ്പോൾ നഗരത്തിലിറങ്ങി. സഹസ്രമല്ലൻ നേരത്തെ ഈ സേനാനായകനെ പറ്റി കേട്ടിട്ടുണ്ട്. ഇയാൾ വലിയ ചൂത് കളിക്കാരനാണ്. അതുകൊണ്ട് ചൂത് കളി കേന്ദ്രത്തിലാണ് സഹസ്രമല്ലൻ ചെന്നത്. കള്ളനെ പിടിക്കാൻ ഇറങ്ങുന്നതിന് പകരം സേനാനായകൻ അന്ന് ചൂത് കളിക്കാനെത്തി. അപ്പോൾ ഇയാൾ ഭയങ്കര ചൂത് കളിക്കാരനാണ്. എല്ലാവരും ഇങ്ങനെ തോപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സഹസ്രമല്ലൻ ചെല്ലുന്നത്. സഹസ്രമല്ലൻ ചെന്ന് പതുക്കെ അയാളുടെ കൂടെ കളിക്കാനിരുന്നു. കളിച്ച് ഓരോ കളിയായിട്ട് അയാൾ തോറ്റു. അവസാനം അയാളുടെ കയ്യിലുണ്ടായിരുന്ന പണം എല്ലാം തീർന്നു. അപ്പോൾ അവസാനം അയാൾ പറഞ്ഞു, ഇനി എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ കയ്യിൽ കിടക്കുന്ന മോതിരം മാത്രമേ ഇനി എൻ്റെ കയ്യിൽ പണയം വെക്കാനുള്ളൂ, എന്നാലും സാരമില്ല, നിന്നെ തോപ്പിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അങ്ങനെ ഈ കയ്യിൽ കിടന്ന മോതിരം പണയം വെച്ച് ഈ സേനാനായകൻ സഹസ്രമല്ലനോട് ചൂത് കളിച്ചു. സഹസ്രമല്ലൻ ഇത് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്, ആ മോതിരമായിരുന്നു അയാളുടെ നോട്ടം. അങ്ങനെ ആ കളിയിലും സേനാനായകൻ തോക്കുകയും അയാളുടെ കയ്യിലിരുന്ന മോതിരം സഹസ്രമല്ലൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്തു. ഇത്ര ആയപ്പോഴത്തേക്ക് രാത്രി ഒരുപാട് വൈകി. അയ്യോ, എനിക്ക് കള്ളനെ പിടിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഈ സേനാനായകൻ അപ്പം തന്നെ പുറത്തു പോവുകയും ചെയ്തു. നമ്മുടെ സഹസ്രമല്ലൻ ഈ മോതിരവും കൊണ്ട് നേരെ സേനാനായകൻ്റെ വീട്ടിലെത്തുകയും ചെയ്തു. അവിടെ ചെന്നാൽ വാതിൽ മുട്ടി. അപ്പോൾ സേനാനായകൻ്റെ ഭാര്യ ഓടി വന്ന് വാതിൽ തുറന്ന് ഇത്ര അർദ്ധരാത്രിക്ക് ആരാ വന്നെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഓടി വന്നത്. അപ്പോൾ സഹസ്രമല്ലൻ പറഞ്ഞു, ഞാൻ രാജകൊട്ടാരത്തിൽ നിന്ന് വരികയാണ്, ഒരു വലിയ കാര്യം സംഭവിച്ചു, നിങ്ങളുടെ ഭർത്താവ് ചൂത് കളിക്കായിരുന്നു. അപ്പോൾ രാജാവ് നേരത്തെ ഒരു കള്ളനെ പിടിക്കാൻ ഏൽപ്പിച്ചിരുന്നത് കൊണ്ട് ആ ജോലി ചെയ്യാതെ ഇയാൾ ചൂത് കളിക്കുന്നതുകൊണ്ട് ഭടന്മാർ വന്ന് അയാളെ പിടിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അയാളെ രാജാവ് ഉടൻ തന്നെ ശിക്ഷിക്കുമെന്നാണ് പറയുന്നത്.
അപ്പോൾ ഈ ഭാര്യ കരയാൻ തുടങ്ങി. അയ്യോ, ഞാൻ എത്ര കാലം കൊണ്ട് ഇയാളോട് പറയുകയാണ് ഇങ്ങനെ ചൂത് കളിക്കരുതെന്ന്. ഇയാൾ ഭയങ്കര ചൂത് കളി ഭ്രാന്തനാണ്, എത്ര പറഞ്ഞാലും കേൾക്കില്ല. അപ്പോൾ സഹസ്രമല്ലൻ പറഞ്ഞു, ഞാനിപ്പം അദ്ദേഹം പറഞ്ഞിട്ട് വന്നതാണ്, ഇങ്ങോട്ട് രാജാവിൻ്റെ പടയാളികൾ അന്വേഷണത്തിന് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അനധികൃതമായിട്ട് കുറച്ച് സ്വത്ത് ഇവിടെ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടല്ലോ, കുറേ ആഭരണങ്ങളും പണമൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടു കിട്ടും. അതുകൊണ്ട് അതിന് മുമ്പായിട്ട് അതെല്ലാം കൂടെ എൻ്റെ കയ്യിൽ തന്നു വിടാൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ സുരക്ഷിതമായിട്ട് ഒരിടത്ത് കൊണ്ട് പാത്ത് വെച്ചോളാം. അപ്പോൾ ഈ ഭാര്യയ്ക്ക് വിശ്വാസം വന്നില്ല. ഭാര്യ പറഞ്ഞു, അദ്ദേഹം അങ്ങനെ പറഞ്ഞു വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് കുറേ പണവും ആഭരണമൊക്കെ ഉണ്ട്, അതൊക്കെ കൂടെ ഞാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് വിശ്വസിച്ച് തന്നു വിടും. അപ്പോൾ സഹസ്രമെല്ലാം കയ്യിലിരുന്ന് മുദ്ര ഈ ഭാര്യയെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ദാ അടയാളത്തിനായിട്ട് ഇതെൻ്റെ കയ്യിൽ തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭാര്യയ്ക്ക് വിശ്വാസമായി. അങ്ങനെ അവരുടെ വീട്ടിലുണ്ടായിരുന്ന സ്വത്തും പണവും ആഭരണങ്ങളും എല്ലാം പൊതിഞ്ഞ് കെട്ടി സഹസ്രമല്ലന് കൊടുത്തു. സഹസ്രമല്ലൻ ഇതുകൊണ്ട് നേരെ വീട്ടിൽ അമ്മയുടെ കൊണ്ട് കൊടുത്തു. അമ്മ പറഞ്ഞു, മോനെ നീ ഇനി പ്രത്യേകം സൂക്ഷിക്കണം, രാജാവ് വളരെയധികം ദേഷ്യപ്പെടും. അങ്ങനെ തന്നെ സംഭവിച്ചു. പിറ്റേന്ന് ഈ കാര്യം അറിഞ്ഞപ്പോഴത്തേക്ക് രാജാവിന് ഭയങ്കര ദേഷ്യം വന്നു. രാജാവ് പറഞ്ഞു, ഇനി ആരും ഇതിനു വേണ്ടി ഇറങ്ങണ്ട, ഞാൻ തന്നെ നാളെ മുതൽ കള്ളനെ പിടിക്കാൻ ഇറങ്ങാം. പിറ്റേന്ന് അമ്മ ഈ വാർത്ത അറിഞ്ഞിട്ട് മകൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, മോനെ രാജാവാണ് ഇനി നിന്നെ പിടിക്കാൻ വരുന്നത്, നീ സൂക്ഷിക്കണം. അവൻ പറഞ്ഞു, അമ്മ ഒന്നും പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം, ഞാൻ എപ്പോഴും പറയുന്നതല്ലേ അമ്മയുടേത്, അമ്മ പേടിക്കണ്ട. അങ്ങനെ പിറ്റേന്ന് സഹസ്രമല്ലൻ ഒരു വൈദ്യൻ്റെ വേഷത്തിൽ രാജകൊട്ടാരത്തിൽ ചെന്നു. നേരെ രാജകൊട്ടാരത്തിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് ഭടന്മാരോട് പറഞ്ഞു, ഞാൻ ഈ ദേഹത്ത് ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, ആൾക്കാർക്ക് തലവേദന ദേഹത്ത് വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തടവിക്കൊടുക്കും. അപ്പോൾ രാജാവാണെങ്കിൽ ഈ കള്ളൻ്റെ കാര്യം കാരണം തലവേദന എടുത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഉഴിച്ചിലൊക്കെ അറിയാവുന്ന ഒരാൾ വന്നു എന്ന് പറയുന്നത്. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്നാൽ അയാളെ ഇങ്ങോട്ട് കടത്തി വിടാൻ പറഞ്ഞു. അങ്ങനെ സഹസ്രമല്ലനകത്ത് ചെന്ന് രാജാവിനെ മുഖം കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നന്നായിട്ട് ഉഴിയാനും തിരുമാനും ഒക്കെ അറിയാം, തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റ നിമിഷം കൊണ്ട് മാറ്റിത്തരും. അപ്പോൾ രാജാവ് സഹസ്രമല്ലനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല തലവേദനയുണ്ട്. സഹസ്രമല്ലൻ പതുക്കെ രാജാവിൻ്റെ നെറ്റിയുടെ 2 വശവും ഉഴിഞ്ഞൊക്കെ കൊടുത്തു. അപ്പോൾ രാജാവിന് തന്നെ തോന്നി നല്ല സുഖമുണ്ട്, തലവേദനയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ രാജാവ് കിരീടമൊക്കെ അങ്ങോട്ട് ഊരി മാറ്റി വെച്ചിട്ട് സഹസ്രമല്ലനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ തലയിലൊക്കെ ഒന്ന് തടവിത്താം. അങ്ങനെ സഹസ്രമല്ലൻ രാജാവിന് തലയൊക്കെ തടവാൻ തുടങ്ങി. നല്ലവണ്ണം തിരുമ്മി ഉഴിഞ്ഞൊക്കെ കൊടുത്തു. അപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ കിടന്നു തരാം, എൻ്റെ പുറമൊക്കെ നന്നായിട്ടൊന്ന് തിരുമ്മിത്താം. അങ്ങനെ രാജാവ് ഉടുപ്പൊക്കെ ഊരിയിട്ട് ഒരു കട്ടിലേക്ക് കിടന്നു കൊടുത്തു. സഹസ്രമല്ലൻ എണ്ണയൊക്കെ ഇട്ട് രാജാവിൻ്റെ പുറവും മുടിയും ഒക്കെ നന്നായിട്ട് തിരുമ്മി കാലൊക്കെ നന്നായിട്ട് ഉഴിഞ്ഞു കൊടുത്തു. നല്ല സുഖമുണ്ടായിരുന്നു. അങ്ങനെ രാജാവ് കിടന്ന് ഉറങ്ങിപ്പോയി. രാജാവ് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ സഹസ്രമല്ലൻ രാജാവിൻ്റെ കിരീടവും ആഭരണവും വസ്ത്രങ്ങളും എല്ലാം പൊതിഞ്ഞ് കെട്ടി ജനൽ വഴി ചാടി അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി, മാത്രമല്ല അമ്മയ്ക്ക് ഭയങ്കര പേടിയായി. അമ്മ പറഞ്ഞു, എൻ്റെ മോനെ നീ ഇനി നന്നായിട്ട് സൂക്ഷിക്കണം. പക്ഷേ സഹസ്രമല്ലന് അപ്പം തൊട്ടൊരു വിഷമം. മോഷ്ടിക്കാൻ കയറാൻ പറ്റുന്നതിൻ്റെ അവസാന ഭാഗം വരെ പോയി കഴിഞ്ഞു. രാജാവിൻ്റെ അപ്പുറത്തോട്ട് ഇനി എവിടെ പോയി മോഷ്ടിക്കും? സഹസ്രമല്ലൻ്റെ ജോലി തന്നെ മടുത്തു തുടങ്ങി, പുതുമയൊന്നുമില്ല. അങ്ങനെ എവിടെ പോയി ഒന്ന് മോഷ്ടിക്കും എന്ന് വിചാരിച്ച് സഹസ്രമല്ലൻ അങ്ങനെ ഒരു ദിവസം നടക്കായിരുന്നു. അപ്പോൾ വലിയൊരു ആൾക്കൂട്ടം കണ്ടു. അപ്പോൾ സഹസ്രമല്ലൻ വിചാരിച്ചു, ഈ ആൾക്കൂട്ടത്തിനിടയ്ക്കൂടെ നടന്ന് കുറേ മോഷണം നടത്താം, അതൊരു പുതുമയുണ്ടല്ലോ. അങ്ങനെ സഹസ്രമല്ലൻ ഈ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ചെന്നു. അപ്പോൾ നോക്കുമ്പോൾ ഒരു ആലിൻ്റെ ചുവട്ടിൽ ഒരു സന്യാസി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഈ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരെല്ലാം ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇരിക്കുമ്പോൾ സഹസ്രമല്ലൻ ഇരിക്കാതെ പറ്റത്തില്ല. അതുകൊണ്ട് സഹസ്രമല്ലനും കൂടെ ഈ ആൾക്കൂട്ടത്തിലിരുന്നു. ഇത് വസുധ എന്ന് പറയുന്ന ഒരു ജൈന സന്യാസിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരിക്കലും അന്യനെ വേദനിപ്പിക്കരുതെന്നായിരുന്നു. നമ്മളോട് മറ്റുള്ളവരെങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോ അതുപോലെ നമ്മൾ മറ്റുള്ളവരോടും പെരുമാറണം. നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ ആരും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതോ എടുത്തുകൊണ്ട് പോകുന്നതോ നമുക്കിഷ്ടമല്ലല്ലോ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർക്കും അതുപോലെ വിഷമം വരത്തില്ലേ? ഇത് കേട്ടപ്പോൾ സഹസ്രമല്ലനാകെ ഒരു വിഷമം തോന്നി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇന്നേ വരെ സഹസ്രമല്ലൻ ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സഹസ്രമല്ലൻ്റെ അമ്മ എപ്പോഴും അവൻ്റെ മോഷണത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അമ്മയ്ക്കും മോഷണം തെറ്റാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അന്യനെ നോവിക്കരുത്, അന്യനെ നമ്മെപ്പോലെ കാണണം, നമ്മുടെ കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോഴും നമ്മെ ആരെങ്കിലും ഉപദ്രവിക്കുമ്പോഴും നമുക്ക് എങ്ങനെ നോവുന്നോ അതുപോലെ മറ്റുള്ളവർക്കും നോവും എന്നൊക്കെ ഈ സന്യാസി പറയുന്നത് കേട്ടപ്പോൾ സഹസ്രമല്ലൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു തിരയിളക്കം തോന്നി. ആകെപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സഹസ്രമല്ലന് മുമ്പ് കേട്ടിട്ടില്ല. സഹസ്രമല്ലൻ അവിടെ ഇരുന്ന് താൻ നേരത്തെ ഒരു ആഭരണശാലയിൽ കയറിയപ്പോൾ തൻ്റെ കാലിൽ പിടിച്ച ആളെ പറ്റി ഓർത്തു. അന്ന് അയാൾ കുറേ നേരം തൻ്റെ കാലിൽ പിടിച്ച് വെച്ചിരുന്ന് വിട്ടു. അപ്പോൾ തനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി.
മറ്റുള്ളവരോട് താൻ നന്നായിട്ട് പെരുമാറുവാണെങ്കിൽ മറ്റുള്ളവർക്കും അങ്ങനെ സന്തോഷം കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് സഹസ്രമല്ലൻ അപ്പം വിചാരിച്ചു. അയാളന്ന് തന്നോട് കരുണ കാണിച്ചു. പക്ഷെ താൻ ഇന്നേ വരെ ആരോടും കരുണ കാണിച്ചിട്ടില്ല. രാജാവിൻ്റെ കൊട്ടാരത്തിൽ വരെ കയറി മോഷ്ടിച്ചു. താനങ്ങനെ മോഷ്ടിക്കുമ്പോൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെപ്പറ്റി, രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെപ്പറ്റി, മറ്റുള്ളവർക്കുണ്ടാകുന്ന ചിന്തകളെപ്പറ്റി ഒന്നും താൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ലല്ലോ എന്ന് സഹസ്രമല്ലൻ ആലോചിച്ചു. അയാൾ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ജനങ്ങളെല്ലാം പ്രസംഗമെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് പോയി. അയാൾ അവിടെ ഒറ്റയ്ക്കായി. നോക്കുമ്പോൾ ആ സന്യാസി എഴുന്നേറ്റ് ആശ്രമത്തിലേക്ക് പതുക്കെ നടക്കുന്നത് കണ്ടു. സഹസ്രമല്ലൻ അയാളുടെ പിന്നാലെ ചെന്നു. എന്നിട്ട് തന്നെ തെറ്റുകളെല്ലാം അയാളോട് ഏറ്റു പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, നീ അറിയാതെ ചെയ്യുന്ന തെറ്റൊന്നും തെറ്റല്ല. നീ കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇനി നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാ. പിറ്റേന്ന് ഈ സന്യാസിൻ്റെ പ്രസംഗം കേൾക്കാൻ രാജാവും മന്ത്രിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജാവ് സന്യാസിയോട് ചെന്ന് പറഞ്ഞു, ഞാൻ വലിയ വിഷമത്തിലാണ്, അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഒരു കള്ളൻ എൻ്റെ കൊട്ടാരത്തിൽ കയറി എൻ്റെ കിരീടം വരെ മോഷ്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ സന്യാസി പറഞ്ഞു, അങ്ങ് ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട, ആ കള്ളൻ ഇനി ഒന്നും മോഷ്ടിക്കുകയില്ല. മാത്രമല്ല ആ സാധനങ്ങളെല്ലാം അയാൾ ഉടൻ തന്നെ അങ്ങ് തിരിച്ചേൽപ്പിക്കും. അപ്പോൾ രാജാവ് ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ട് അയാളിനി മോഷ്ടിക്കില്ല എന്ന് പറയുന്നത്? സന്യാസി പറഞ്ഞു, കാരണം മോഷണത്തിൻ്റെ പാത ശരിയല്ല എന്ന് അവൻ ഇതുവരെ അറിഞ്ഞുകൂടായിരുന്നു. നന്മയുടെ പാത അവൻ അറിഞ്ഞുകൂടായിരുന്നു. ഇത് അവൻ എൻ്റെ കൂടെയുണ്ട്. അവൻ മോഷ്ടിച്ച സാധനങ്ങളെല്ലാം അവൻ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങേ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതും പറഞ്ഞ് സന്യാസം നോക്കുമ്പോൾ സഹസ്രമല്ലൻ വലിയൊരു കെട്ടിൽ അവൻ മോഷ്ടിച്ച സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം രാജാവിനെ ഏൽപ്പിച്ചിട്ട് സഹസ്രമല്ലൻ രാജാവിൻ്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു. സന്യാസി രാജാവിനോട് പറഞ്ഞു, അവനെ ശിക്ഷിക്കരുത്, കാരണം അവൻ ചെയ്തതൊന്നും തെറ്റല്ല, അവൻ അറിവില്ലാതെ ചെയ്തു പോയതാണ്. തെറ്റാണെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു. ഇനി അവനൊരിക്കലും തെറ്റ് ചെയ്യില്ല. അവൻ സത്യത്തിൻ്റെ മാർഗം കണ്ടു കഴിഞ്ഞു. അവൻ ഇനി ഒരിക്കലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. സന്യാസി ഇങ്ങനെ പറഞ്ഞപ്പോൾ രാജാവിന് വിശ്വാസമായി. അങ്ങനെ രാജാവ് സഹസ്രമല്ലനോട് പുറത്തു. സഹസ്രമല്ലൻ താൻ ഇന്നേ വരെ മോഷ്ടിച്ച സാധനങ്ങളെല്ലാം അവനാൽ കഴിയുമ്പതും തിരിച്ചു കൊടുത്തു. പിന്നീട് അവനും അമ്മയും ഈ വസുധ എന്ന സന്യാസിയുടെ ആശ്രമത്തിലേക്ക് വരികയും അവിടെ അവരാലാവുന്ന പണി ചെയ്ത് ജീവിക്കുകയും ചെയ്തു. ഇതാണ് സഹസ്രമല്ലൻ എന്ന കള്ളൻ്റെ കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.